കേരളത്തിന് ഇതുവരെയായിട്ടും മുഖ്യമന്ത്രിയെ ലഭിച്ചിട്ടില്ല. പലപ്പോഴും അധികാരം കൈ കിട്ടിക്കഴിയുമ്പോൾ ആരാണ് ഭരണാധികാരിയായി തീരേണ്ടത് എന്നുള്ളത് പലപ്പോഴും ചോദ്യചിഹ്നമാകാറുണ്ട്. രാജാക്കന്മാരുടെ കാലഘട്ടം തൊട്ട് അങ്ങനെ തന്നെയാണ്. ദശരഥ മഹാരാജാവ് നേരിട്ട ഏറ്റവും വലിയ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ പുത്രൻ രാമനെ അയോധ്യ ഭരിക്കാൻ ഏൽപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. കൗസല്യ എന്ന് പറഞ്ഞാൽ തൻ്റെ ആദ്യ വരയിലെ ആദ്യത്തെ പുത്രൻ, എല്ലാം കൊണ്ടും ഉത്തമനായ രാമനെ തന്നെ രാജാവാക്കണമെന്നാണ് ദശരഥ മഹാരാജാവ് ആഗ്രഹിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇളയ ഭാര്യയായ കൈകേയിക്ക് കൊടുത്ത വരം കാരണം ഭരതന് രാജ്യം കൊടുക്കുകയും രാമൻ തൻ്റെ അനുജന് രാജ്യം ഭരിക്കുന്നതിന് വേണ്ടി വനവാസത്തിലേക്ക് കടക്കുകയും ചെയ്തു. അതാണ് ആ ഒരു ചരിത്രം. പലപ്പോഴും ഇത്തരം ചരിത്രങ്ങൾ ഈ രാജഭരണത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയിലും ഈ കളി ഇങ്ങനെ തുടരുകയാണ്. അധികാരത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടിയുള്ള കളി. അങ്ങനെ പലപ്പോഴും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട് ഭരിക്കുവാൻ ആളില്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വി.ഡി. സതീശൻ്റെയും കെ.സി. വേണുഗോപാലും ചെന്നിത്തലയൊക്കെ ഈ മത്സരം മുറുകുമ്പോൾ, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലികൾ മുറുകുമ്പോൾ ഇത്തരം ചില സംഭവങ്ങൾ ഓർത്തുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഈ തരുണത്തിൽ ഓർമ്മിക്കുകയാണ്. അർജുനൻ സ്വയംവരം ചെയ്താണ് പാഞ്ചാലി വിവാഹം കഴിക്കുന്നത്. പാഞ്ചാലി വിവാഹം കഴിക്കുന്നത് സ്വയംവരം ചെയ്ത് അർജുനനാണ് വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോൾ കുന്തിദേവിയുടെ അമ്മയായ കുന്തിദേവിയുടെ അടുത്തേക്ക് വരുമ്പോൾ അമ്മ പറഞ്ഞ് നിങ്ങളെല്ലാവരും പങ്കിട്ടെടുത്തുകൊള്ളുക എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഷെയർ ചെയ്യണം. അവസാനം അങ്ങനെയാണ് പാഞ്ചാലി എന്നുള്ള പേര് വരാൻ കാരണം. അപ്പോൾ അർജുനൻ വിവാഹം കഴിച്ചു, പക്ഷേ ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ പോലും മിണ്ടിയില്ല, അതിനെ എതിർത്തില്ല. അങ്ങനെ പാഞ്ചാലി ആ വിവാഹം കഴിച്ച സ്ത്രീയെ എല്ലാവരും അവരുടെ ആ പാഞ്ചാലിയുടെ ഭർത്താവാക്കുകയാണ് ചെയ്തത്. പലപ്പോഴും ഇങ്ങനെയാണ് ഈ നമുക്ക് അധികാരം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആ ആസക്തി ഒഴിവാക്കുവാൻ പലപ്പോഴും പല മനുഷ്യർക്ക് കഴിയാറില്ല. ഈ രണ്ട് സംഭവങ്ങൾ ഈ വി.ഡി. സതീശൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ UDFൻ്റെ ഒരു മുഖ്യമന്ത്രി കിട്ടാത്തതിലുള്ള എന്താ പറയുക ഭയാനകമായ അതേസമയം ക്ലേശകരമായ നാണക്കേടിൻ്റെ വാക്കിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ കേരളം. ഈ സമയത്താണ് ഈ രണ്ട് സംഭവങ്ങളും ഓർത്തുപോയത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം.